മാം, എൻ്റെ പേര് അഖില. ഞാൻ LLB സ്റ്റുഡൻ്റ് ആണ്, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ദെൻ മാം ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഗവൺമെൻറ് ഇത്രയും സ്കീംസ് എല്ലാ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ എല്ലാവരും ജസ്റ്റ് എന്താ ഫോക്കസ് ചെയ്യുന്ന ക്രൈം, ജസ്റ്റ് റേപ്പ്, അങ്ങനെയുള്ള ഡൗറി ഡെത്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ ഇത്രയും കുട്ടികൾ ഇരിപ്പുണ്ട്. ഈ കുട്ടികളിൽ ഇനി അമ്മയാകാൻ പോകുന്നവരും അല്ലാതെ നമ്മുടെ സ്വന്തം ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. മീൻസ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് നമുക്ക് കാണാൻ. കാരണം ഫോഴ്സ് ചെയ്ത് നമുക്ക് കമ്പൽ ചെയ്ത് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം അതിനെതിരെ നമുക്ക് എന്താണ് ഇപ്പോഴത്തെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ യൂത്തിൻ്റെ അടുത്ത് നമുക്ക് എന്താ പറയുന്നത്? കാരണം ഇപ്പം എൻ്റെ ശരീരമാണ്, എൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ റൈറ്റാണ്. അപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ പ്രഗ്നൻസീസ് അല്ലെങ്കിൽ എൻ്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്, അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? For unwanted pregnancies in their age, it is increased to 24 weeks now, or amendment. അതില്ലാണ്ട് തന്നെ ലൈക്ക് കുറേ ക്യാമ്പയിൻ മോഡിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്താൽ തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മീ ടു ക്യാമ്പയിൻ ഹാസ് ബിക്കം വെരി സക്സസ്ഫുൾ നൗ. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, അതിൻ്റെ ഒരു ഫിയർ വന്നിട്ടുണ്ട് മെന്നിന് ടു ആക്ട് അഗെയിൻസ്റ്റ് വിമൻ. ദർ ഇസ് എ ജനറൽ ഫിയർ നൗ, ഓഫീസ് സ്പേസസിലായാലും പബ്ലിക്കിലായാലും. Especially celebrity men, adanokke oru they have a hesitancy to act against women. So I think ingante oru campaign mode la nammal spread cheyda awareness, I think that is very important. Ipo ABBP la thanne there is a potential ningal kore forums നടത്താൻ പറ്റും. You can call even medical experts in various forums and have ipo online adindeyum nammal leverage cheyanam online platforms inde online thanne oru programs awareness spread cheyidittu even amongst youth, amongst women and men. Of course men have to be first trained against this crime, and also women as to how they can protect themselves. And I think also basic things like training women in self defense, I think that is very important to make them confident. School and college തന്നെ self defense should be an essential ഒരു ഡിസിപ്ലിൻ ആണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ സ്കൂൾസിലും എസെൻഷ്യൽ ഡിസിപ്ലിൻ ആയിട്ട് മാറണം സെൽഫ് ഡിഫെൻസ്. ആൻഡ് ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു കൾച്ചർ അമംഗ്സ് മെൻ ആൻഡ് വിമൻ അറ്റ് എ വെരി യങ് ഏജ് നമുക്ക് ഇൻസ്റ്റിൽ ചെയ്യണം. ഓൺലി ദെൻ ദർ വിൽ ബി ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ ഇതിനെ കുറിച്ച്. ഐ എം ഗൗരി, ഞാൻ PG ലിംഗ്വിസ്റ്റിക്സ് സ്റ്റുഡൻ്റ് ആണ്. Like I happen to see an article in website like നമ്മൾ എപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേപ്പ് ക്രൈംസ് നടക്കുന്ന ഇന്ത്യയിലാണെന്ന്. പക്ഷേ അത് ഒരു തെറ്റിദ്ധാരണയാണ്. സ്വീഡൻ എന്ന് പറഞ്ഞ ഏറ്റവും ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ റേപ്പ് ക്രൈംസ് നടക്കുന്നത്. അതിൽ ഐ തിങ്ക് ബിലോ 10 എന്ന മേഖലയിൽ ആ ഒരു റേഞ്ചിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതൊരു പോയിന്റ്, എനിക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് അതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയുമെന്നറിയില്ല നിങ്ങൾക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കുമ്പോൾ നമ്പർ ഓഫ് ലോസ് ഉള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എഗെയിൻസ്റ്റ് റേപ്പ്. ഓക്കെ, നമ്മുടെ സ്ത്രീ സുരക്ഷയെ റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ എന്താണ് ഇത് ലോസ് എഗെയിൻസ്റ്റ് റേപ്പിന് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. പക്ഷേ നമ്മൾ എവിടെയാണ് ഇത് ലാഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്താണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ നമ്മുടെ ഷൊർണൂറിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ് റേപ്പ് ക്രൈം, സൗമ്യയുടെ ഒരു കേസ്. അതിൽ തന്നെ ലൈക്ക് എന്തു പറയുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ വന്ന ഒരു തകരാറാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ദ പ്രിഡേറ്റർ ഓക്കെ ഹൂ ഈസ് അക്യൂസ്ഡ് ഓഫ് ദാറ്റ് ക്രൈം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അതിൻ്റെ ബിനാമികളുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത്? ഓക്കെ, അത് നമ്മളെ എപ്പോഴും ചിന്തിക്കണം. ഈവൻ നമ്മുടെ റൂൾ ചെയ്യുന്ന നമ്മുടെ ഭരണം തന്നെ അവർക്ക് സപ്പോർട്ടാണ്. പിന്നെ ബയസ് ആയിട്ടുള്ള ഇപ്പം തന്നെ പറയാം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വി മസ്റ്റ് ബി അവെയർ ഓഫ് ദ റൂൾസ്. എന്നുവെച്ചാൽ വിമൺ എന്ന നിലയ്ക്ക് നമ്മൾ തന്നെ നമ്മുടെ റൈറ്റ്സും റൂൾസും ഒക്കെ അറിയണം. ചിലപ്പോൾ എന്ത് പറയാം, നമുക്ക് ചിലപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഭരണം കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ എന്താണ് ഒപ്പോസ് ചെയ്യാനുള്ള ഇടയുണ്ടാക്കാം. ബിക്കോസ് വി നോ the corruptions and we know there are so many manipulations and biased ecosystem in our existing laws and existing government.
സോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് നിങ്ങൾക്ക് തരുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? Okay, so I wouldn't contest that fact. Maybe you've read it somewhere. But of course, India, because of the sheer population size, we are leading in every front. You know, be it negative or positive. Demographic dividend ഉണ്ട്, അതേപോലെ ക്രൈംസും അങ്ങനെ മെഷർ ചെയ്താൽ in terms of absolute numbers നമുക്ക് എപ്പോഴും നമ്മൾ കൂടുതലായിരിക്കും because of our sheer population size. പക്ഷെ അതില്ലാണ്ട് തന്നെ വാട്ട് യു മെൻഷൻ അബൌട്ട് റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്, ദാറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. I would just what I said ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു അവയർനെസ്സും ക്രിയേഷൻ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് നീഡ്സ് ടു ബി ഡൺ. ഇപ്പോൾ ABVP പോലെ ഔട്ട്ഫിറ്റ്സിലും അങ്ങനത്തെ അവയർനെസ്സും കൊടുക്കാൻ പറ്റുമെങ്കിൽ, സപ്പോസ് യു കോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എക്സ്പേർട്സ് ഓർ law experts into your forum and conduct ഇങ്ങനത്തെ ഒരു അവയർനെസ് ക്യാമ്പയിൻ. നമ്മൾ വെറും ഔട്ട്റീച്ച് മാത്രമല്ലാണ്ട് ലൈക്ക് നോട്ട് ഇൻ കോവിഡ് ടൈം ഇറ്റ്സ് വെരി ഗുഡ്. കോവിഡ് ടൈമിൽ റിയാക്റ്റീവ് ആയിട്ട് മെഷേഴ്സ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. But apart from that, ABVP പോലെ outfits, you have a larger role, not just do community outreach. It's also about bringing in awareness against such crimes and talking about. It's a very good point that you raised, the constitutional laws, rights of women, educate night, especially women leaders should take up this initiative. And in England, of course, I just was told that ABVP does not look forward to support from the center, but still, as an individual, I would like to perhaps contribute, or we can always support such forums, and improve awareness of the constitutional rights. The last point that you mentioned, enforcement, that is a very big issue in India. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൺട്രി ഇത്രത്തോളം ലാഗ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം നമ്മുടെ വി ഹാഡ് വെരി ഗുഡ് പോളിസീസ്, വെരി ഗുഡ് പ്രോഗ്രാംസ്, ബിക്കോസ് ഹാർവേഡ് എഡ്യൂക്കേറ്റഡ്, കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് പോളിസി മേക്കേഴ്സാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷെ നമുക്ക് എൻഫോഴ്സ്മെൻറ്റിന് ഇത്രത്തോളം ലാക്യൂന ഉണ്ടായിട്ടുണ്ട്. ദ നെയിം ഓഫ് ഡെമോക്രസി, ഐ എം നോട്ട് സെയിങ് ഡെമോക്രസി ഈസ് ബാഡ്, പക്ഷേ ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി വി ഹാവ് ബീൻ ഹാവിങ് ഒരു ലൈസേ ഫെയർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നത് ഇതുവരെ. So the correction is happening. Last 10 years we are seeing correction, but it's not easy in a country like India, 28 states and 8 union territories, diverse cultures, diverse backgrounds. It's a huge challenge. Nammal thanne oru national program implement cheyan thanne we have traveled across India. Appo ella state lum avade aaya oru attitudes um avade aaya oru ethics um ellam it's different. So the state has a huge role in doing this, also state governments. So I think there is hope, but a lot of fast-track courts have been established, like I just mentioned, in this new government to expedite the cases against women. And ഇപ്പോൾ ജുഡീഷ്യറിയിൽ എപ്പോഴും ഫെയ്ത്ത് ഉള്ള ഒരു കൺട്രിയാണ് നമ്മൾ. ലൈക്ക് വി ഹവ് സീൻ ദ സുപ്രീം കോർട്ട് ഇസ് ഓൾമോസ്റ്റ് റണ്ണിങ് ആ കൺട്രി അല്ലെ. പലപ്പോഴും ഇൻ്റർവീൻ ചെയ്തിട്ട് അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിന് പ്രോ ആയിട്ടും ഫോർ ആയിട്ടും അഗേൻസ്റ്റ് ആയിട്ടും ദേ ആർ കറക്റ്റിംഗ് അറ്റ് എവറി സ്റ്റേജ്. സോ ഐ തിങ്ക് വി സ്റ്റിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ആർ ജുഡീഷ്യറി and also legislative and the executive. So let us be optimistic that we will see a transformated India soon. Yeah. Thank you, ma'am. Thank you for the answer. നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പോളിസീസ്, ഇപ്പോൾ വുമൻസിന് ഫോറായിട്ട് ഒരുപാട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ കേരളയിലുള്ളവര്, കേരളയുടെ ആ ഒരു ബെനിഫിഷ്യറി റേറ്റ് വളരെ കുറവാണ്, റേഷ്യോ വളരെ കുറവാണ്. ബാക്കി സ്റ്റേറ്റുകൾ ഈ പോളിസീസ് ഉപയോഗപ്പെടുത്തുന്നത് പോലെ കേരളയിലുള്ളവർ അത് അനുഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഗേൾസിനായാലും വുമണിനായാലും അത് ബെനിഫിഷ്യറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. Apart from that, various other forums നമുക്ക് അത് ഡിസെമിനേറ്റ് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് പോളിസീസ്. ബിക്കോസ് ഒരു തടസ്സമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പോളിസീസിന് ഓപ്പൺ ആയിട്ട് അവർക്ക് അഡോപ്റ്റ് ചെയ്യാനൊരു റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് ഇൻ കേരള ഗവൺമെൻറ്. No other state government is so reluctant to adopt central government policy. Because Odisha pole oru states avaru last 10 years il etrathoolam avarku social and economic advancement undayittu thanne undavana thanne it is because of central government aayittu align ചെയ്തിട്ട് അവരായിട്ട് കോഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഇത്രത്തോളം ഡെവലപ്മെന്റ് വന്നത്. സോ ദ ഓൺലി ആൻസർ ഇസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടും ദേ ഹാവ് ടു കോർഡിനേറ്റ് വെൽ. അപ്പോൾ അതിൽ നമ്മൾ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റിലും ഒരു ഔട്ട്റീച്ച് മെഷേഴ്സ് നമ്മൾ നടത്താൻ പോകുന്നുണ്ട്. കേരളത്തിൽ എസ്പെഷ്യലി സ്റ്റേറ്റ്സ് ലൈക്ക് കേരള വിച്ച് ഇസ് ഒരു ഔട്ട്ലയർ ആയിട്ട് മാറിയിട്ടുണ്ട് സ്റ്റേറ്റ് ഓഫ് കേരള. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇന്ത്യയിലത്തെ ഒരു ഭാഗമായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഔട്ട്റീച്ച് മെഷേഴ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. ബട്ട് അഗെയിൻ ഐ തിങ്ക് സ്റ്റുഡൻറ്റ് ഔട്ട്ഫിറ്റ്സ് ലൈക്ക് ABVP എക്സെട്ര നമുക്ക് ട്രെയിനിങ് നടത്തണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ തിങ്ക് കുറേ പോളിസീസും പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുക എന്നൊരു ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. ഈ എൻട്രപ്രണർഷിപ്പ് വേണ്ടി മുന്നോട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിഗ്രിയോ എഞ്ചിനീയറിങ്ങോ പഠിക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 to 5 ജോബ്സ് ആണ് അവരിപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തോ ഒരു തടസ്സമാണ്. ഇപ്പം ഫാമിലിയിൽ നിന്നായാൽ കൂടി സ്വന്തമായിട്ട് കൂടി ഒരു തടസ്സമാണ്. നേരിട്ട് വന്ന് ഒരു റിസ്ക് ഫാക്ടർ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും അവർ വറീഡായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ഇത് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർക്ക് കൂടി റിസ്ക് ഫാക്ടർ ഉള്ളവർ ഓർത്തിട്ട് അവരെ മുന്നോട്ട് വരാതെ പോകും. അപ്പോൾ അവരോടൊക്കെ മാമിന് എന്താണ് പറയാനുള്ളത്? ജോബ് എന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് അല്ലേ. ഇപ്പോൾ കിട്ടിയ ഗുഡ്, ബട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്സ് ബെറ്റർ ദാൻ ബീങ് അൺഎംപ്ലോയിഡ് ഇസ് ടു ഹാവ് യുവർ ഓൺ ബിസിനസ്, റൈറ്റ്? നമ്മുടെ തന്നെ സ്റ്റാർട്ടപ്പ് നമ്മൾ സ്വന്തം ഇതിൽ തുടങ്ങുകയാണെങ്കിൽ അത് മാത്രമല്ല, ബിക്കോസ് 9 to 5 കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ സ്വന്തം ബിസിനസ് തുടങ്ങുക, ദാറ്റ് ഷുഡ് നോട്ട് ബി ദ ഗൈഡിങ് ഫിലോസഫി. നമ്മൾ തന്നെ നമ്മുടെ തന്നെ കാലിൽ നിൽക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് 9 to 5 ജോബ് പറയുകയാണെങ്കിലും ഇറ്റ്സ് നോട്ട് വെരി ഈസി ഫോർ വിമൻ അല്ലേ. അവർക്ക് അവരുടെ ഫാമിലി വിട്ടിട്ട് അവർക്ക് പോകണം, 9 to 5 കുട്ടികൾ വിട്ടിട്ട് പോകണം. ബട്ട് ഇഫ് യു ഹാവ് യുവർ ഓൺ ബിസിനസ്, നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു എൻവയൺമെൻറ്റിൽ തന്നെ ഗിവിങ് ടൈം ടു അവർ ഫാമിലി, വി ക്യാൻ ഡു അവർ ഓൺ ബിസിനസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗവൺമെൻറ്റിലാണ് ഇത്രത്തോളം ഒരു എൻകറേജിങ് എൻവയൺമെൻറ്റ് ഉള്ളത് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടും ഓൺടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ MSME തുടങ്ങുകയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു MSME ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട്, അത് എളുപ്പത്തിൽ നമുക്കിപ്പോൾ തുടങ്ങിയിട്ട് അതിൻ്റെ ഓൺലൈനായിട്ടാണ് എല്ലാം ഒരു ഫെസിലിറ്റീസ് ഉള്ളത്. ജസ്റ്റ് വി ഹാവ് ടു രജിസ്റ്റർ, ഉദ്യം ആധാർ രജിസ്ട്രേഷൻ എന്ന് പറയും. അത് രജിസ്റ്റർ ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്കൊരു UAM സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് തന്നെ ഓൺലൈൻ വഴി കുറേ കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കും. അതിന് വേണ്ടിയിട്ട് സബ്സിഡീസും കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഫേസ് നമ്മൾ വി ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ഓൺടർപ്രണർഷിപ്പ് ഇസ് ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ ഇക്കണോമിയും കൂടിയും വിൽ ഡെവലപ്പ് ഓൺലി ഇഫ് വി ഹാവ് മോർ ആൻഡ് മോർ വിമൻ ഓൺടർപ്രണേഴ്സ് റാദർ ദാൻ ജസ്റ്റ് സർവീസ് സെക്ടറിൽ പോയി ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും മച്ച് മോർ എംപവറിങ് ആണ്. നമ്മുടെ സ്വന്തം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് കുറേ പേർക്ക് ജോലിയും കൊടുക്കാൻ സാധ്യതയുണ്ട്. So I think that is something that we all should look at. നമ്മളൊന്നും അത് we did not think of that. നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇങ്ങനെ ബിസിനസ് തുടങ്ങുന്നത് തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഒരു പേടിയായിരുന്നു നമുക്ക്, ഹൗ കെൻ വി സ്റ്റാർട്ട് എ ബിസിനസ് എന്ന്. പക്ഷെ നൗ ദ ഗവൺമെൻറ് ഇസ് ആക്ച്വലി എൻകറേജിങ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് മെൻറ്റാലിറ്റി. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് വി ഹാവ് ടു ക്യാപിറ്റലൈസ് ഓൺ ദാറ്റ്.